നമസ്കാരം പ്രിയമുള്ളവരെ, മുസ്തഫ കുന്നത്താണ്. നബിദിനമാണല്ലോ ആഗതമായിരിക്കുന്നത്. ലോകപ്രശസ്തരായ മഹാന്മാർ മുഹമ്മദ് നബിയെ എങ്ങനെ വിലയിരുത്തിയിരുന്നു എന്ന് നമുക്ക് നോക്കാം. ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രമുഖരായ 100 വ്യക്തികളുടെ പട്ടിക തയ്യാറാക്കിയ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനും ചരിത്രകാരനുമായ മൈക്കിൾ എച്ച് ഹാർട്ട് തന്റെ ദി 100 റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബിയെ 1-ാം സ്ഥാനത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മതപരവും ലൗകികവുമായ കാര്യങ്ങളിൽ ഒരുപോലെ വിജയം കൈവരിച്ച ചരിത്രത്തിലെ ഏക വ്യക്തി മുഹമ്മദ് എന്ന പ്രവാചകനാണെന്ന് അദ്ദേഹം അതിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. പ്രശസ്ത ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്ന തോമസ് കാർലൈൻ തന്റെ ഓൾ ഹീറോസ് ഹീറോ വേർഷിപ്പ് ആൻഡ് ഹീറോയിക് ഇൻ ഹിസ്റ്ററി എന്ന പ്രഭാഷണ പരമ്പരയിലും മുഹമ്മദ് നബിയെ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും വലിയ മാതൃകയായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ലാളിത്യവും ആത്മാർത്ഥതയും യാഥാർത്ഥ്യ ബോധവും കാർലൈൻ എടുത്തു പറയുന്നുമുണ്ട്. യങ് ഇന്ത്യ എന്ന പത്രത്തിൽ 1921 ഒക്ടോബർ 1 പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ മഹാത്മാഗാന്ധിജി ഇങ്ങനെ എഴുതി: മുഹമ്മദ് നബി അന്ന് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നതിൻ്റെ കാരണം വാളല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അടിയുറച്ച ലളിത ജീവിതവും സ്വന്തം വചനങ്ങളിലുള്ള കടുത്ത ആത്മാർത്ഥതയും അനുയായികളോടുള്ള അഗാധമായ സ്നേഹവും അതോടൊപ്പം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും സ്വന്തം ദൗത്യത്തിലുള്ള നിർഭയത്വവുമായിരുന്നു എന്ന് അദ്ദേഹം എഴുതി. തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളിൽ ജവഹർലാൽ നെഹ്റുജി അറേബ്യൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് വലിയൊരു ശക്തിയാക്കി മാറ്റാൻ മുഹമ്മദ് നബിക്ക് കഴിഞ്ഞു എന്ന സാമൂഹിക വിപ്ലവത്തെക്കുറിച്ച് വളരെ പ്രശംസയോടെ എഴുതിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പണ്ഡിറ്റുകളും ചിന്തകന്മാരും സാമൂഹിക പരിഷ്കർത്താവ്, രാഷ്ട്രതന്ത്രജ്ഞൻ, മാതൃകാപരമായ ജീവിതം നയിച്ച ഭരണകർത്താവ് തുടങ്ങിയ വിശേഷണങ്ങൾ നൽകിക്കൊണ്ട് മുഹമ്മദ് നബിയെ മനുഷ്യകുലത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച അസാധാരണനായ ഒരു നായകനായാണ് വിലയിരുത്തിയിട്ടുള്ളത്. ലോകത്തിന് മുഴുവൻ പ്രകാശത്തിന്റെ പ്രോജ്വലപ്രഭ സമ്മാനിച്ച മുഹമ്മദ് നബി ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന്, ക്രിസ്തുവർഷം 632 ജൂൺ 8-നാണ് മരണപ്പെടുന്നത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ദുഃഖകരമായ 1437-ാമത് ചരമവാർഷികമാണ് ഇത്. മരണത്തിൽ അഗാധമായി ദുഃഖിക്കാനോ ജനനത്തിൽ അമിതമായി ആഘോഷിക്കാനോ പാടില്ലെന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. നന്ദി, നമസ്കാരം.